അപ്പോൾ ആ ഒരു ആനനെയാണ് നമ്മൾ ഉത്സവത്തിന് കൊണ്ട് നിർത്തി കണ്ടീഷൻ ചെയ്ത് അടിച്ച് തെച്ചുകോട്ട രാമനും കോരൻ എന്നൊക്കെ പറഞ്ഞ് ഇതെറിയും. നമ്മൾ പൂരം കണ്ട് നമ്മുടെ സമയം നമ്മൾ പോകും, ആന അവിടെ നിൽക്കും. അപ്പോൾ ഞാൻ ഈ ആനയെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് പഠിച്ചു അതിൻ്റെ ഒരു റിസർച്ചൊക്കെ ചെയ്തപ്പോഴാണ് ഞാനിപ്പോൾ ഉത്സവം കാണാൻ പോകാറില്ല. കാരണം നമുക്ക് വളരെ വിഷമമായിരിക്കും. അപ്പോൾ നിങ്ങളെ കുറച്ച് പേര് ഞങ്ങളോട് കെട്ടിയിട്ടിട്ട് ഇവിടെ നിൽക്ക് എന്നിട്ട് നിങ്ങളുടെ പുറത്ത് ഞങ്ങൾ 4-5 പേര് കയറിയിരുന്ന് ചെണ്ടക്കുട്ടി ഇങ്ങനെ ഇരിക്കും. അതുപോലെ അതെന്നുവെച്ചാലേ ഈ സോഷ്യൽ എനിമൽ എന്ന് പറയുമ്പോൾ ഒറ്റ പോയിന്റ് ഞാൻ പറയാം. എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് അറിയാം. അതായത് ഒറ്റയ്ക്ക് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര സ്ട്രെസ് വരും. അത്തരത്തിലുള്ള ജീവികളാണെന്ന് പറയാം സോഷ്യൽ എനിമൽസ് എന്ന് പറയാം. അപ്പോൾ അവിടെ എത്രമാത്രം സ്ട്രെസ് ഉണ്ടായിരിക്കും അവർക്ക്. ജസ്റ്റ് അത്രയും ഇമാജിൻ ചെയ്യാം. സൈക്കോളജി പഠിച്ചതൊക്കെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡിപ്രഷൻ വന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അത് തന്നെയാണ് അവർക്ക് സംഭവിക്കുന്നത്. ആ ഒരു ചെറിയ മൊമെന്റിലാണ് അവർ പെട്ടെന്ന് കാടിൻ്റെ ഓർമ്മ വരുമ്പോഴാണ് അവർ തിരിയുന്നത്. ഈ പാപ്പാനറിയാം. അപ്പോൾ ഉത്സവത്തിന് അവൻ എങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ അയാളൊന്ന് തട്ടും. ഈ കാട്ടിലല്ല. പിന്നെ അവർ ചെയ്യുന്ന പരിപാടി ഉണ്ട്, വെള്ളം കുറച്ച് കൊടുക്കുന്ന പരിപാടി. അത് നമ്മളിത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ടുള്ള മോണിറ്റർ ചെയ്തൊക്കെ ഇട്ട് ശിക്ഷ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. കാരണം നാട്ടാന പരിപാലന നിയമം എന്നൊരു നിയമം തന്നെയുണ്ട്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ